friends. Hi. Welcome to another exciting episode of MS Show. ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയ എക്സൈറ്റിംഗ് ടോപ്പിക് UFOs ആൻഡ് ഏലിയൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. As always, ഈ എപ്പിസോഡിലും ഞങ്ങളൊരു എക്സ് ഫാക്ടർ ഇൻഫോ ആഡ് ചെയ്യുന്നുണ്ട് towards the end of the video. So watch the video till the end. ആ എക്സ് ഫാക്ടർ ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻപുട്ട് ആവും ഈ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ മുകളിൽ. വി ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. അതിൽ കുറെ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ഒരു ഫേമസ് സയന്റിസ്റ്റ്, ഐ തിങ്ക് ഇറ്റ് വാസ് കാൾ സേഗൻ, ഒരു വലിയ ആസ്ട്രോണമർ ഉണ്ടായിരുന്നു, ഫിസിസിസ്റ്റ്. അയാൾ പറഞ്ഞതാണ് നമ്മൾ സ്കൈസിന്റെ മുകളിലേക്ക് ലുക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹംബിൾ ആവണമെന്ന്. എന്തുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു സ്പേസ് ആണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഫാക്ട്സ് തരാം. അത് ആ ഫാക്ട്സ് നിങ്ങൾ കേൾക്കുമ്പോൾ ഇറ്റ് വിൽ ബ്ലോ യുവർ മൈൻഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കാൾ സേഗൻ അങ്ങനെ പറഞ്ഞതെന്ന്. നമ്മളിപ്പോ നമ്മുടെ ഭൂമി ആണ് ഏറ്റവും വലുത്, നമ്മളാണ് ഏറ്റവും വലുതെന്നൊക്കെ ഇതിലാണ്. അപ്പൊ ഈ കുറച്ച് സത്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് കുറച്ചുകൂടി വൈഡാവും. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഈ സിസ്റ്റത്തിന് സോളാർ സിസ്റ്റം എന്ന് പറയും. ഈ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യന്റെ 4 വരത്ത് കൂടെയും നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യണം. അതിനാണ് സോളാർ സിസ്റ്റം. ഭൂമി അല്ലാത്ത ഒരു 8 പ്ലാനറ്റ്സ് വേറെ ഉണ്ട്. ടോട്ടൽ 9 പ്ലാനറ്റ്സും ഈ സണ്ണിന്റെ ഒരു സിസ്റ്റമാണ് ഈ സോളാർ സിസ്റ്റം. ഈ സണ്ണ് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു നക്ഷത്രം, ഒരു സ്റ്റാർ ആണ്, ഒരു നക്ഷത്രമാണ് ഈ സൂര്യനും. നമ്മൾ ദൂരത്ത് മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ നക്ഷത്രങ്ങളെ പോലത്തെ ഒരു നക്ഷത്രമാണ് ഈ നമ്മുടെ സൂര്യൻ. അപ്പൊ ഈ സൂര്യനെ പോലത്തെ 100 ബില്യൺ സൺസ് വെറും നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയിലുണ്ട്. ആകാശഗംഗ മലയാളത്തില്. ഇത്രയും സൺസ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റാർസിന്റെ കളക്ഷൻ, അതിനാണ് ഗാലാക്സി എന്ന് പറയുക. അപ്പോൾ അതിൽ നമ്മുടെ ഗാലാക്സിനാണ് മിൽക്കി വേ ഗാലാക്സി എന്ന് പറയുക. ഈ മിൽക്കി വേ ഗാലാക്സിയുടെ ഒരു ബോർഡറിലാണ് നമ്മുടെ സോളാർ സിസ്റ്റം. സെന്ററിലൊന്നല്ല, ഒരു ചെറു ബോർഡറിൽ. അപ്പോ അങ്ങനത്തെ 100 ബില്യൺ സൺസ് അല്ലെങ്കിൽ സ്റ്റാർസ് ഈ മിൽക്കി വേ ഗാലാക്സിയിലുണ്ട്, നമ്മുടെ ഗാലാക്സിയിൽ. ആ നമ്മുടെ മിൽക്കി വേ ഗാലാക്സി പോലത്തെ ഒരു 225 ബില്യൺ ഗാലാക്സീസ് ഉണ്ട് ഈ നമ്മൾ ഇതുവരെ കണ്ട യൂണിവേഴ്സിൽ. ഒരു 100 crores ആണ് ഒരു ബില്യൺ. അപ്പോൾ എത്ര അൺകൗണ്ടബിൾ ബില്യൺസ് ഓഫ് സൺസ്, സോളാർ സിസ്റ്റം, ഭൂമിനെ പോലത്തെ വേറെ പ്ലാനറ്റ്സ് ഈ യൂണിവേഴ്സിൽ ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കാനും കൂടിയും പറ്റില്ല. നമ്മളെ പോലത്തെ എത്ര വേറെ സിവിലൈസേഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചർ അവിടെ സ്പേസിൽ കിടക്കുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടാണ് കാൾ സേഗൻ പറഞ്ഞത്, നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഹംബിൾ ആവണം. നമ്മുടെ ഈ ചെറിയ ഡിസയേഴ്സ്, ചെറിയ ഈഗോ, ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ വണ്ടർ ചെയ്യണം, ഏത് ഗ്രേറ്റ് ആയിട്ടുള്ള ക്രിയേറ്ററാണ് ഇത്രയും വലിയൊരു ക്രിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് എന്തിനു വേണ്ടി ഉണ്ടാക്കി, എന്താണ് ഇതിൻ്റെയൊക്കെ സീക്രറ്റ്സ്. ആ ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴെങ്കിലും എത്തണം. മലയാളത്തിലൊരു സേയിങ് ഉണ്ട്, അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. ഇതൊരു ലിറ്റററി ഫെസ്റ്റിവൽ അതേപോലെയാണ് ശരിക്കുള്ള റിയാലിറ്റി. ഇതായിട്ട് റിലേറ്റഡ് നമുക്ക് ആദ്യം ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രാങ്ക് ഡ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഫേമസ് ഫിസിക്സ് പ്രൊഫസർ ഉണ്ടായിരുന്നു 1960 അടുത്ത ടൈമില്. അപ്പൊ ഈ ഫ്രാങ്ക് ഡ്രേക്ക് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. ആ പ്രൊജക്ടിന്റെ നെയിമായിരുന്നു സെറ്റി. സെറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ ഫോം ആണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്. അപ്പൊ ഈ സെറ്റി പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് ഫ്രാങ്ക് ഡ്രേക്ക് ഒരു ഇക്വേഷൻ കൊടുത്തു. ഫസ്റ്റ് സെറ്റിയുടെ മീറ്റിംഗില് ഫ്രാങ്ക് ഡ്രേക്ക് ഒരു ഇക്വേഷൻ, അതിനാണ് ഡ്രേക്ക് ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഇക്വേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അതിന്റെ ഒരു പർപ്പസ് എന്താ വെച്ചാൽ അത് ആക്ച്വലി എസ്റ്റിമേറ്റ് ചെയ്യാണ് നമ്മുടെ ഈ മിൽക്കി വേ ഗാലാക്സി, നമ്മൾ പറഞ്ഞ മിൽക്കി വേ ഗാലാക്സിയിൽ എത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള നമ്മളെ പോലത്തെ ഉള്ള സിവിലൈസേഷൻസ് വേറെ ഉണ്ട്, എത്ര പ്ലാനറ്റ്സ് വേറെ ഉണ്ട് അവരുടെ മുകളിൽ ഒരു ഇന്റലിജന്റ് സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തത്.
അവർക്ക്. അപ്പൊ ബേസിക്കലി ആ ടൈമിൽ ഇവരെന്താ നോക്കിയെന്ന് വെച്ചാൽ നമ്മള് മനുഷ്യന്മാര് 100 വർഷമായിട്ടാണ് റേഡിയോ സിഗ്നൽസ് ഒക്കെ സ്പേസിലേക്ക് വിടുന്നത്. അപ്പൊ അതേപോലത്തെ ആ വേറെ സ്പേസ് നമ്മുടെ റേഡിയോ ടെലിസ്കോപ്സ് വെച്ചിട്ട് ആ സ്പേസ് എന്നുള്ള സിഗ്നൽസ് പിടിക്കാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു സെറ്റി. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് UFO. അപ്പൊ എന്താണ് UFO? UFO എന്നുള്ള പേര് 1950s അമേരിക്കൻ എയർഫോഴ്സ് കൊടുത്തൊരു പേരാണ്. അതിന്റെ ഫുൾ ഫോം നോക്കിയ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. അപ്പൊ ഈ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ പല കാര്യങ്ങളും ബേസിക്കലി അവരുടെ പ്ലെയിൻസ് പറപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഒബ്ജക്ട്സ് ഈ സ്കൈസിൽ കാണും. പക്ഷെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എക്സാക്ട്ലി ഇത് എന്ത് ഒബ്ജക്ട്സ് ആണ്. വെദർ പല കാര്യങ്ങളുണ്ടാവാം. വെദർ ബലൂൺസ് ആവാം, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് അല്ലാത്ത ക്രാഫ്റ്റ്സ് ആവാം, പുതിയ മിലിറ്ററി ഇതുവരെ ആരും ഡിസ്കവർ ചെയ്യാത്ത ക്രാഫ്റ്റ്സ് ആവാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവാം. അതിലൊരു ചെറിയ പെർസെൻറ്റേജ് ക്യാൻ ബി ഏലിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിലൈസേഷൻ അല്ലാത്ത പുറത്തുനിന്ന് വരുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറയും. വേറെ പ്ലാനറ്റ് ഇന്റലിജന്റ് ലൈഫ്. അപ്പൊ അവര് സഞ്ചരിക്കുന്ന വെഹിക്കിൾസ് ആവാം. നമ്മുടെ പണ്ടത്തെ കാലത്തെ വിമാനം എന്ന് പറയും, അതായിട്ട് ഈ UFOസിന് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ വിമാനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് എന്താ? ഇപ്പോഴത്തെ നമ്മുടെ എയർപോർട്ടിലെ എയറോപ്ലെയിൻസിനെ പറ്റിയാണ്. ഫ്ലൈറ്റ്സ് ആണ് നമ്മുടെ മനസ്സിൽ ഉടനെ വിമാനം എന്ന് പറയുമ്പോൾ വരുന്നത്. പക്ഷെ ഈ വിമാനം എയറോപ്ലെയിൻസ് അല്ല. അതായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഈ വിമാനം എന്ന് പറയുന്ന കൺസെപ്റ്റിന്. അത് നമ്മുടെ ഇന്ത്യൻ എപ്പിക്സില്, രാമായണത്തില്, മഹാഭാരതത്തില്, പുരാണത്തിലെല്ലാം ഈ വിമാനത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. രാമായണത്തിലെ പുഷ്പക വിമാനം, രാമായണത്തില് ശ്രീരാമചന്ദ്രൻ സീതാദേവിയായിട്ട് അയോധ്യയിലേക്ക് മടങ്ങി വരുന്നത് പുഷ്പക വിമാനത്തിലാണ്. അവിടെ വിമാന കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ മഹാഭാരതത്തില് സാലോ മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ശത്രുത തീർക്കാനായിട്ട് ദ്വാരക നഗരം ആക്രമിക്കാൻ പോകുന്നുണ്ട്. അത് സൗഭ എന്ന് പറയുന്ന വിമാനത്തിലാണ്. ആ സൗഭ എന്ന് പറയുന്ന വിമാനത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ കയറി ഇരുന്നിട്ട് നമ്മൾ എവിടെ പോകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു അവിടെ എത്തും. അതാണ് ആ വിമാനത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ വിമാനങ്ങൾക്ക് പല പല ഷേപ്പുകളുണ്ട്. ഈ വിമാനങ്ങൾ ബേസിക്കലി അയേൺ കൊണ്ടാണ് അതിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ എയറോപ്ലെയിൻസ് പോലെ ഇതിന് 2 ചിറകില്ല. പിന്നെ ഇതിന് വെർട്ടിക്കൽ എന്ന് പറയും, മുകളിലേക്കും താഴേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കൽ മോഷൻ ആണ്. അതേപോലെ സെൽഫ് മൂവിംഗ് ആണ്. ഇതിനെങ്ങനെ പ്ലെയിൻസ് പോലെ ഇങ്ങനെ ഹൊറിസോണ്ടലി ടേക്ക് ഓഫ് അല്ല, ടേക്ക് ഓഫ് ഒന്നും ഇല്ല. അതൊന്നും ഇതിന് ആവശ്യം. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് മുകളിലേക്ക് പോവാതെ മുകളിലും താഴെയും പോവും. സെൽഫ് മൂവിംഗ് ആണ്. സ്വന്തമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആരും ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇതിന്. അത് നമ്മുടെ ഈ UFOs ആയിട്ട് ഭയങ്കര മാച്ചിങ് ആണ്. അതിന്റെ അതേ ക്യാരക്ടേഴ്സ് ആണ് ഇതിന് പറയുന്നത്. ഇൻഫാക്ട് ഈ സോബട ആ വിമാനത്തിന്റെ അറ്റാക്ക്, ദ്വാരകയുടെ മുകളിൽ അറ്റാക്ക് ചെയ്ത് വായിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു മോഡേൺ വാർഫെയർ അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് അത്. കാരണം ഒരു സിറ്റീനെ മുകളിൽ നിന്നൊരു വിമാനം വന്നിട്ട് മിസൈൽസ് ഒക്കെ വെച്ച് ആക്രമിക്കുന്ന അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആണ് അത്. അതുപോലെ മെർക്കുറിയാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പുരാതന വിമാന ശാസ്ത്രത്തില് പറയുന്നുണ്ട്. മെർക്കുറി ഉപയോഗിച്ചാണ്, ഇന്ധനമായിട്ട് മെർക്കുറിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ വിമാനത്തിലൊക്കെ. അപ്പോൾ ഇപ്പൊ ഇൻട്രസ്റ്റിംഗ്ലി നാസ, അതായത് അമേരിക്കയുടെ സ്പേസ് ഏജൻസി നാസ മെർക്കുറി ബേസ്ഡ് ടെക്നോളജി വെച്ചിട്ട് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ അവരുടെ എയറോപ്ലെയിൻസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സെഞ്ചുറീസ് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഈ ഋഷീസും അതേപോലെ വിമാനശാസ്ത്രത്തിൽ പറയുന്ന ഒരു ടെക്നോളജി ഇപ്പോ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്രത്തിന്റെ മഹത്വമാണ് അവിടെ കാണിക്കുന്നത്. അന്നേ നമ്മളത് തിങ്ക് ചെയ്തിരുന്നു. മേ ബി ദേർ ഇസ് എ പോസിബിലിറ്റി ഈ ഏലിയൻസ് എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ആയിട്ട് ഈ പണ്ടത്തെ ആൾക്കാർക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇവരുടെ UFOയും പണ്ടത്തെ വിമാനം ഇത്ര സിമിലർ ആയ സ്ഥിതിക്ക് അപ്പൊ UFOs കണ്ടിട്ടാണോ അവർക്ക് ഈ വിമാനത്തിന്റെ കൺസെപ്റ്റ് കിട്ടിയത്? ഈ UFOs എന്നുള്ള കാര്യം ഇത് ഇപ്പോ പല ഇയേഴ്സ് ആയിട്ട്, ഇപ്പൊ 50 years, മോർ ദാൻ 50 years ആയിട്ട് ഇതിന്റെ പല സൈറ്റിങ്സ് നടക്കുന്നുണ്ട്. സൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കാണുന്ന ഇൻസിഡൻസ് UFOസിനെ. അത് November 10, 2004 ഉണ്ടായത്. അപ്പൊ അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റില് കാലിഫോർണിയ സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ കാലിഫോർണിയയുടെ കോസ്റ്റ് ലൈൻ എന്നുള്ള പസഫിക് ഓഷനിൽ 2 അമേരിക്കൻ മിലിറ്ററി ഷിപ്സ്
ആ ഓഷനിലുണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ പേര് നിമിറ്റ്സ് എന്നാണ്, വേറെ പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞ വേറൊരു ഷിപ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോ ഈ ആ ദിവസം മോർണിംഗ്, ആക്ച്വലി ആ ദിവസം മാത്രമല്ല, അതിന്റെ ഒരു 1 വീക്ക് ബാക്ക് വരെ ഈ റേഡാർ ഓപ്പറേറ്റ് ചെയ്യുന്ന മിലിറ്ററി പേഴ്സണൽ റിപ്പോർട്ട് ചെയ്തു ഈ സ്കൈയിൽ ഒരു സ്ട്രേഞ്ച് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആയിട്ട് കാണുന്നുണ്ടെന്ന്. ഫ്ലൈയിങ് സ്റ്റൈലും എയറോഡൈനാമിക്സ് ഒക്കെ കാണുമ്പോൾ അതൊരു പ്ലെയിന് പോലെ തോന്നില്ല. പിന്നെ അത്രയും ഹൈറ്റിലാണ് പറക്കുന്നത്, അതുകൊണ്ട് ബേർഡ്സ് ആവാനും സാധ്യതയില്ല. അപ്പൊ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ അവര് വിചാരിച്ചു ഈ പിന്നെ നിമിറ്റ്സിന്റെ മുകളിൽ ഒരു ഫൈറ്റർ സ്ക്വാഡ്രൺ ഉണ്ടായിരുന്നു, ഒരു ഫൈറ്റർ പ്ലെയിൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കാരണം അതൊരു എയർക്രാഫ്റ്റ് കാരിയർ ആയിരുന്നു. ഈ ഫൈറ്റർ പ്ലെയിൻസിന്റെ ഒരു കമാൻഡിങ് ഓഫീസർ ഉണ്ടായിരുന്നു നിമിറ്റ്സില്. അപ്പൊ അയാളെ വിളിച്ചിട്ട് ഈ റേഡിയോ ഓപ്പറേറ്റേഴ്സ്, ഈ റേഡാർ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, ഇത് നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ ഈ ഫ്ലൈറ്റിന്റെ ടൈമിൽ ഈ ഫൈറ്റർ പ്ലെയിൻസ് ഫ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഇതെന്താ സാധനങ്ങളാണ്. അപ്പൊ ഈ കമാൻഡിങ് ഓഫീസർ അയാളുടെ F-18 എന്നുള്ള പ്ലെയിന് ഫ്ലൈ ചെയ്തിട്ട് പോകുമ്പോ അയാളുടെ കൂടെയുള്ള ഒരു കോ പൈലറ്റ് ഇങ്ങനത്തെ ഒരു സാധനം പെട്ടെന്ന് അയാൾക്ക് പറയും, അങ്ങനെ ഒരു സാധനം സ്കൈയിൽ കാണുന്നുണ്ടല്ലോ എന്ന്. എന്നിട്ട് അയാൾ നോക്കുമ്പോ ആക്ച്വലി ഇവർക്ക് ഒരു 40 ഫീറ്റ് ലോങ് ഒരു വൈറ്റ് ക്രാഫ്റ്റ്, അത് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ നമ്മള് ഈ പോളോമിന്റെ ടിക് ടാക്ക് കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, ടിക് ടാക്ക് എന്ന് പറഞ്ഞിട്ട് മൗത്ത് ഫ്രഷ്നർ പോലത്തെ, ഏകദേശം ഒരു 40 ഫീറ്റ് ലോങ് ആണ്. പക്ഷെ അപ്പൊ അവര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ പ്ലെയിനും ആ സാധനം കൂടിയും ഒരു സർക്കിൾ ചെയ്യാൻ തുടങ്ങി. ആ സാധനത്തിന് 4 വത്ത് കൂടെ അവരുടെ ഫൈറ്റർ പ്ലെയിൻ അവർ സർക്കിൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിന്റെ മൂവ്മെന്റ്സ് ഭയങ്കര സഡൻ ആയിരുന്നു, അതിന്റെ ഭയങ്കര സ്ട്രേഞ്ച് മൂവ്മെന്റ്സ് ആയിരുന്നു. അത് 50-60,000 ഫീറ്റ് ഹൈറ്റിന്ന് പെട്ടെന്ന് അത് താഴത്തേക്ക് ഓഷനിലേക്ക് വരാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഭയങ്കര സഡൻ ആയിട്ട് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകാൻ പറ്റും. ഇതൊന്നും സാധാരണ പ്ലെയിൻസിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ടുള്ള സാധനങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഈ നെക്സ്റ്റ് പൈലറ്റ് പോകുമ്പോ അയാളുടെ ഈ ഇൻഫ്രാറെഡ് ക്യാമറയിൽ അയാൾക്ക് ഈ സാധനം പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ പറ്റി. എന്നിട്ട് അത് വെച്ചിട്ട് അയാൾ കുറച്ചതിന്റെ ഫോട്ടോസ് എടുത്തു. അതേപോലെ ഇതിന്റെ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം അവർക്ക് മനസ്സിലാവുന്നില്ല, അത് എവിടുന്നാണ്. അത് സാധാരണ അങ്ങനത്തെ പ്ലെയിൻസ് എല്ലാം ഇഞ്ചിൻ എക്സോസ്റ്റ് പോണത് കാണാം, അപ്പൊ അതൊന്നും എന്തായാലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പൊ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. ഈ ഇൻസിഡന്റിന്റെ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, യു കൻ വാച്ച് ദിസ് ഇൻസിഡന്റ്. ടിക് ടാക് UFO എന്ന് പറയുന്നുണ്ട്. ഇനി ഏലിയൻ അബ്ഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് നോക്കാം. ഒരു സ്ട്രേഞ്ച് ടോപ്പിക് ആണ്. അബ്ഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടു പോകുന്ന കിഡ്നാപ്പിംഗ്. അതായത് ഏലിയൻസ് ഇതുപോലെ അവരുടെ സ്പേസ് ക്രാഫ്റ്റിൽ വന്നിട്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ കിഡ്നാപ്പ് ചെയ്ത കുറെ കേസ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. നമ്മുടെ US ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഉണ്ട് ഡോക്ടർ ജോൺ മാക്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനത്തെ കുറെ കേസ് റിപ്പോർട്ട്സ്, അതായത് കുറെ ആൾക്കാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്ടർ ജോൺ മാക് പറയുന്നത് ഇവർ പറയുന്ന ഈ ഏലിയൻ സ്റ്റോറീസിൽ കുറച്ച് ട്രൂത്ത് ഉണ്ടെന്നാ പറയുന്നത്. ഈ പറയുന്ന കേസുകളെല്ലാം ഹിപ്നോസിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിപ്നോസിസിൽ ഡീപ് സ്ലീപ്പില് ഇപ്പൊ നമുക്ക് എന്താണ് ട്രൂത്ത് അത് ഇവർക്ക് സൈക്കാട്രിക് ഡോക്ടേഴ്സിന് അറിയാൻ സാധിക്കും അതിൽ സംസാരിക്കുമ്പോൾ ആളായിട്ട്. അതേപോലെ തന്നെ ലൈ ഡിറ്റക്ടിങ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് അതിലും ക്ലിയർ ആവുന്നുണ്ട്. അത് ഇവർ പറയുന്ന ഇതെല്ലാം ഏകദേശം സിമിലർ ആണ്. പറയുന്ന സ്റ്റോറീസിൽ കുറെ ക്യാരക്ടേഴ്സ്, അതായത് ഇവർ കാണുന്ന ഏലിയൻസ് എന്ന് പറയുന്നത് 5 ഫീറ്റ് ആണ്, ഓൾമോസ്റ്റ് 5 ഫീറ്റ് ഒക്കെ ആണ് ഇവർ ഹൈറ്റ്. ചെറുതാണ്, അത്ര അധികം ഇല്ല. ഹെഡ് വളരെ വലുതായിരിക്കും, ഐസ് വളരെ വലുതായിരിക്കും, ഹെഡ് വളരെ, ബോഡി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെഡ് വളരെ, നമ്മളെ ഈ കോമിക്സിലും മൂവീസിലൊക്കെ കാണുന്ന ET പോലത്തെ വലിയ ഹെഡും വലിയ കണ്ണോളും. ഈ നൈറ്റില് നമ്മൾ ഐസൊലേറ്റഡ് സ്ഥലത്തെ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടില് നൈറ്റിൽ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ ഏലിയൻ എൻകൗണ്ടർ പറയുന്നത് മിക്കവാറും കേസുകളിലെല്ലാം. പിന്നെ നമുക്ക് ഈ ഒരു അവരുടെ ആ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റിലേക്ക് ആ ലൈറ്റ് വഴി നമ്മൾ അട്രാക്റ്റഡ് ആവുന്നവർ പറയുന്നത്. എന്നിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് പോകും. പിന്നെ നമുക്ക് കോൺഷ്യസ്നെസ് വീണ്ടും വരുന്ന സമയത്ത് നമുക്ക് തോന്നാ ഈ കുറച്ച് സമയം ഒരു മിനിറ്റ്സ് 10 minutes അത്രേ പോയിട്ടുള്ളൂ നമുക്ക് തോന്നാം. പക്ഷെ ആക്ച്വലി അവേഴ്സ് അല്ലെങ്കിൽ ഡേയ്സ് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഗ്യാപ്പ് വരുന്നുണ്ട് എല്ലാവർക്കും. ഇവര് നമ്മള് എവിടെന്നെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇടുക ചെയ്യുന്നത്. അതാണ് നോർമലി ഇവരുടെ ഒരു പാറ്റേൺ.
അപ്പൊ അങ്ങനത്തെ കോമൺ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവരെല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അയാള് ഇങ്ങനത്തെ അത് അയാളുടെ പേര് ട്രാവിസ് വാൾട്ടൺ എന്നുള്ള അമേരിക്കയിലെ ഒരു ലംബർ ജാക്ക് ആയിരുന്നു. ഈ ലംബർ ജാക്ക് എന്ന് പറഞ്ഞാൽ അവര് ഹെവി മെഷീനറി വെച്ചിട്ട് കട്ട് ചെയ്യണ ആൾക്കാരാണ്. അതിനാണ് ലംബർ ജാക്സ് എന്ന് പറയാ. അപ്പൊ ഇയാള് അരിസോണ എന്നുള്ള സ്റ്റേറ്റിന്റെ അടുത്തൊരു ഫോറസ്റ്റ് ഉണ്ട്. അവിടെ ഇയാളും ഇയാളുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടിയും ഈ ട്രീസ് കട്ട് ചെയ്തിരുന്നു. എന്നിട്ട് അവര് ആ ഡേ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് അവര് തിരിച്ചു പോകുമ്പോ അവർക്ക് ഈ ഫോറസ്റ്റിന്റെ ഇടയിൽ ഒരു ലൈറ്റ് കണ്ടു. അപ്പൊ ഈ ലൈറ്റ് കണ്ടപ്പോ അവര് അവരുടെ വെഹിക്കിൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് എന്താണ് ഈ ലൈറ്റ് എന്ന് നോക്കാന്ന് അവർ വിചാരിച്ചു. നോക്കിയപ്പോ ഇയാൾക്ക് പെട്ടെന്ന് ആ വെഹിക്കിൾ ഇതിന്റെ അടുത്ത് പോയപ്പോ ഇയാൾക്ക് ഒന്ന് വെഹിക്കിളിന് ഇറങ്ങിയിട്ടൊന്ന് നോക്കണമെന്ന് തോന്നി. പെട്ടെന്ന് അടുത്ത് പോയപ്പോ അത് ഇവരെല്ലാരും കണ്ടു. ഒരു സ്ട്രേഞ്ച് ഒരു ക്രാഫ്റ്റ് പോലത്തെ സാധനം, ഒരു സോസർ പോലത്തെ സാധനം, അത് ഈ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഫീറ്റ് ഹൈ ആയിട്ട് അത് ഇങ്ങനെ നിൽക്കണു. അതിന്റെ 4 പുറത്തു കൂടെ ഭയങ്കര ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളിത് നോക്കി നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു ബോൾട്ട് വന്നിട്ട് അയാളെ സ്ട്രൈക്ക് ചെയ്യും. എന്നിട്ട് അയാൾ അൺകോൺഷ്യസ് ആവും. ഒരു ഇലക്ട്രിക് ബോൾട്ട് പോലെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇയാൾ അൺകോൺഷ്യസ് ആവും. ഒരു ബോൾട്ട് കിട്ടും. അപ്പൊ ഇയാളുടെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് മേടിച്ചിട്ട് എല്ലാരും ബൈക്കിൽ എടുത്തിട്ട് ഓടി. എന്നിട്ട് പക്ഷെ അവര് കുറച്ച് ദൂരം പോയപ്പോ അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ്, ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് നമ്മള് അവര് മൊമെന്ററി റിയാക്ഷനിൽ അവർ ഓടി. എന്നിട്ട് അവര് തിരിച്ച് വെഹിക്കിൾ തിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് എന്നിട്ട് അവര് അവിടെ പോയി നോക്കുമ്പോ ഇയാളും കാണാനില്ല, ആ ക്രാഫ്റ്റ് ഒന്നും കാണില്ല. എന്നിട്ട് ഇത് എല്ലാതും കഴിഞ്ഞിട്ട് അരിസോണയിൽ വേറൊരു സ്ഥലത്ത് 5 days കഴിഞ്ഞിട്ടാണ് ഒരു പർട്ടിക്കുലർ അരിസോണയിലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഗ്യാസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇയാൾ പെട്ടെന്ന് അപ്പിയർ ആവും. എന്നിട്ട് പെട്ടെന്ന് അപ്പിയർ ചെയ്തിട്ട് ഇയാള് പറയുന്ന സ്റ്റോറി ഭയങ്കര സ്ട്രേഞ്ച് ആണ്. ഇയാള് പറയും, ഞാൻ ഈ ക്രാഫ്റ്റ് കണ്ടു, ഞാൻ അൺകോൺഷ്യസ് ആയപ്പോ എന്നിട്ട് ഞാൻ അതിന്റെ കോൺഷ്യസ് ആയപ്പോ ഞാൻ ആ ക്രാഫ്റ്റിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ അവിടെ ഞാനൊരു ലാബ് ഫെസിലിറ്റി പോലെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ കടന്നിരുന്നത്. അവിടെ എന്റെ അടുത്ത് കൂടെ ഒരു 3-4 ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഹ്യൂമൻസ് അല്ല, മനുഷ്യന്മാരല്ല. അവരെ കണ്ട ഈ ഒരു 4 to 5 feet ഉണ്ടാവും. ഈ തല നമ്മള് പറഞ്ഞ ഈ ഏലിയൻസ് പോലത്തെ തല വലുതാണ്, കണ്ണ് വലുതാണ്. അപ്പൊ ഇയാള് കുറച്ച് ഒരു മസ്കുലർ ആളാണ്, കാരണം ഈ ലംബർ ജാക്കാണല്ലോ. അപ്പൊ ഇയാള് പെട്ടെന്ന് എണീക്കും. എന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്താ ഇവര് ചെയ്യണമെന്ന് നോക്കിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോ ഈ ചെറിയ ചെറിയ സാധനം ക്രീച്ചേഴ്സ് ഓടിപ്പോവും. ഓടിയിട്ട് അവര് ക്രാഫ്റ്റിന്റെ ഉള്ളിലേക്ക് ഒരു റൂമിലേക്ക് പോകും. അപ്പൊ ഇയാള് ഈ ക്രാഫ്റ്റ് എന്താ സാധനം പതുക്കെ എണീച്ചിട്ട് ഇയാൾ ഇങ്ങനെ 4 നടക്കാൻ തുടങ്ങുമ്പോ അയാൾക്ക് വേറെ ഒരു 6 feet tall ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലത്തെ ഒരാളെ കാണും. അത് കണ്ട ഒരു മനുഷ്യനെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഭയങ്കര ഒരു മസ്കുലർ, ഒരു ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർമാൻ പോലത്തെ ഉള്ള മനുഷ്യൻ. അയാൾ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഹെൽമെറ്റഡ് മനുഷ്യൻ ഇയാളോട് അയാൾ ഒരു റൂമിലേക്ക് അയാളെ കൊണ്ടുപോകും. അപ്പൊ അയാൾക്ക് അത് ഒബേ ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്ട് വരും, റെസിസ്റ്റ് ചെയ്യാൻ തോന്നില്ല ഇയാളെ. എന്നിട്ട് ആ റൂമിന്റെ ഉള്ളിൽ പോകുമ്പോ വേറെ ഇങ്ങനത്തെ 2-3 അതിൽ ഒരു വുമൻ ആൻഡ് 2 men. അപ്പൊ ആ വുമൻ അതേപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആണ്, ടോളാണ്, ബ്ലോണ്ട് ആണ്. അതേപോലെ ഈ ബാക്കി 2 men they are also like this, ഭയങ്കര ഹാൻഡ്സം, ഒരു തരം പെർഫെക്റ്റ് ബീയിങ്സ് പോലെ. പക്ഷെ അവരെ കണ്ട മനുഷ്യന്മാരെന്ന് തോന്നും. എന്നിട്ട് അതിൽ ഒരാള് ഇയാളുടെ നോസിന്റെ മുകളിൽ ഒരു മാസ്ക് പോലത്തെ സാധനം ഇടുമ്പോൾ ഇയാള് പിന്നെയും അൺകോൺഷ്യസ് ആവും. അത് കഴിഞ്ഞിട്ട് ഇയാള് കോൺഷ്യസ് ആവണത് ഈ 5 ദിവസം കഴിഞ്ഞ് ഇയാൾക്ക് ഇവിടെ അരിസോണയിൽ വേറെ സ്ഥലത്ത് ബോധം വരുമ്പോഴാണ് ഇയാള് കോൺഷ്യസ് ആവണത്. പക്ഷെ അയാളുടെ ഒരു റിക്കലക്ഷനിൽ അയാള് മേ ബി 1.5 hours എന്താണ് അയാൾ പോയിട്ടുള്ളൂ ടോട്ടല്. ബട്ട് ആക്ച്വലി ആ ടൈമിൽ ആ 5 days പാസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ. So that is an interesting story. Now we'll come to our X Factor info, special information. As part of that, first പറയാൻ പോണത് നമ്മുടെ ഏരിയ 51 എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഈ യുഎഫ്ഒസിനെ ലിങ്ക് ചെയ്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് ഏരിയ 51. അപ്പൊ ആക്ച്വലി എന്താണ് ഈ ഏരിയ 51? ഇത് US ഗവൺമെന്റിന്റെ ഒരു ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ടോപ്സോറയുടെ അടുത്ത് നെവാഡ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. സദൺ നെവാഡയിലാണ് ഇത്
ഗ്രൂം ലേക്ക് യു എസ് ഗവൺമെന്റ് പറയുന്നത് ഇവിടെ ആക്ച്വലി മിലിറ്ററി എയർക്രാഫ്റ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്ന ഫെസിലിറ്റി സെന്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അവരുടെ അഡ്വാൻസ്ഡ് മിലിറ്ററി എയർക്രാഫ്റ്റ്സ് അതൊക്കെ അഡ്വാൻസ് ടെക്നോളജി ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. 51 ചുറ്റിപ്പറ്റി കുറച്ചൊരു കോൺട്രവേഴ്സീസ് ഉണ്ട്, കുറച്ച് ദുരൂഹതകളുണ്ട്. അപ്പോ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സോളിഡ് ആയിട്ടൊരു എവിഡൻസ് കിട്ടിയത് മിസ്റ്റർ ബോബ് ലാസർ, ഒരു ഫേമസ് ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ലാസ് വേഗാസിൽ ജേർണലിസ്റ്റ് ആയ ഒരു മിസ്റ്റർ ജോർജ് നാപ്പ് ആയിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ബോബ് ലാസർ എന്ന് പറഞ്ഞാൽ അയാളൊരു സാധാരണ ഫിസിസിസ്റ്റ് ഒന്നും, അയാള് ലോസ് അലാമോസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ലബോറട്ടറി ഉണ്ട് അമേരിക്കയില്, ഫിസിക്സിന്റെ ലബോറട്ടറി ഉണ്ട്. അവിടെയാണ് ആക്ച്വലി ഫസ്റ്റ് ആറ്റം ബോംബൊക്കെ ഡെവലപ്പ് ആയിരിക്കുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്തൊരു ഫേമസ് ഫിസിസിസ്റ്റ് ആണ്. S4 എന്ന് പറഞ്ഞിട്ട് ഒരു, അതായത് ഈ ഏരിയ 51 കുറച്ച് അടുത്തായിട്ടുള്ള സൗത്ത് റീജിയനിൽ കുറച്ച് അടുത്തായിട്ടുള്ള ഒരു സെന്ററാണ് ഫെസിലിറ്റി. അവിടേക്ക് പോസ്റ്റ് ചെയ്തു ബേസിക്കലി. അപ്പോ അവിടെ ഇദ്ദേഹം ചെന്നപ്പോ പറയുന്നത് എന്താ വെച്ചാൽ ഒരു അറൌണ്ട് ഒരു 9 ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് അവിടെ ഉണ്ടായിരുന്നു ചെന്ന സമയത്ത്. അപ്പോ ഈ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റിന്റെ എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടിയാണ് കിട്ടിയത്. എന്നിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് അതിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വെച്ചാ, നമ്മുടെ അടുത്ത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മുടെ ടെക്നോളജി വെച്ചിട്ട് ചിലപ്പോ ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ആ ടൈമില്, നമുക്ക് അറിയണ്ടാവില്ല അത് മുഴുവനായിട്ടുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ അതിന്റെ എല്ലാ കമ്പോണന്റ്സും നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഊരെടുക്കും. എന്നിട്ട് നമ്മൾ ഓരോ കമ്പോണന്റ്സ് അനലൈസ് ചെയ്യും. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കും. എന്നിട്ട് ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തു എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ജേർണലിസ്റ്റ് മിസ്റ്റർ ജോൺ നാപ്പ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അപ്പോ ഈ പറയുന്ന അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് US ഗവൺമെന്റ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിക്കൂടെ, എന്തുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അതിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്പേസ് ക്രാഫ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അത് അറൌണ്ട് ഒരു മോർ ദാൻ 200 ഇയേഴ്സ് കഴിഞ്ഞാലേ നമ്മൾ ആ ടെക്നോളജിയിലേക്ക് എത്തുള്ളൂ. ആ ടെക്നോളജിയിൽ പറഞ്ഞാല് ആന്റി ഗ്രാവിറ്റി ടെക്നോളജി എന്ന് പറയും. ആന്റി ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയും. അങ്ങനെയാണ് അത് ബേസ് ചെയ്ത്. നമ്മളൊക്കെ ഇവിടെ ഇപ്പൊ കാണുന്ന എല്ലാം ഗ്രാവിറ്റേഷണൽ ബേസിസ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്. അപ്പൊ ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് പിടിച്ചാലും, ഇപ്പൊ ഒരു പെണ്ണ് നമ്മൾ പിടിച്ചാൽ ഈ പെണ്ണ് നമ്മൾ വിട്ടാൽ ഇത് ഡ്രോപ്പ് ആവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം. പക്ഷെ ആന്റി ഗ്രാവിറ്റി എന്നുള്ള ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഈ പെണ്ണ് തന്നെത്താൻ റൈസ് ചെയ്യും ആ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസില്. അപ്പൊ അത് വെർട്ടിക്കൽ ടേക്ക് ഓഫ്സ്, ഈ UFOസിൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ്സ് പറയുന്നത്. അപ്പൊ അത് മാച്ചിങ് ആണ്. ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന എലിമെന്റ് 115 പീരിയോഡിക് ടേബിളിലെ നമ്പർ വെച്ചിട്ട് 115 എന്നുള്ളൊരു എലിമെന്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഇത് 1989 ഇന്റർവ്യൂ ആണ്. അത്രയും ബാക്ക് ആണ്. അപ്പൊ ആ സമയത്ത് പീരിയോഡിക് ടേബിളില് ഈ 115 എന്നുള്ള എലിമെന്റ് ഡിസ്കവർ ചെയ്തിട്ട് തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ആ ടൈമില് 94-95 വരെയാണ് എത്തിയിട്ടുള്ളൂ പീരിയോഡിക്. ഇത് ആക്ച്വലി കണ്ടുപിടിച്ചത് 2003-4 കണ്ടുപിടിച്ചത്. അത് തന്നെ എക്സാക്ട് ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇപ്പോഴും. അപ്പോ ഇതൊരു പെർട്ടിക്കുലർ യുണീക്ക് എലിമെന്റ് ആണ്, സൂപ്പർ ഹെവി എലിമെന്റ് ആണ്. ഇതിനിപ്പോ നമ്മൾ റേഡിയേഷൻ അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് ആ ആന്റി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. ആക്ച്വലി 2013 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആരോ അത് ക്വസ്റ്റ്യൻ ചെയ്തു, ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ടോ, അതിന്റെ എക്സാക്ട് എന്താണെന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോ CIA പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഏരിയ 51 ഈസ് റിയൽ. അതൊരു ഭയങ്കര ഒരു ഒക്കൾട്ട് ഏരിയ ആണ്. അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് പതുക്കെ അമേരിക്കൻ ഗവൺമെന്റ് അത് ഡീക്ലാസിഫൈ ചെയ്യും, അവിടെ എന്തൊക്കെയാണ് അവരുടെ പ്രൊജക്ട്സ് എന്ന് പറയട്ടെ. അതേപോലെ ഈ പർട്ടിക്കുലർ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞിരുന്നു. ആ ടൈമിൽ 1989 അവരുടെ അടുത്ത് ഈ ഹാൻഡ് സ്കാനർ ഐഡന്റിഫിക്കേഷനെ പോലത്തെ സാധനങ്ങൾ അയാൾ ഡിസ്ക്രൈബ് ചെയ്തു. ഈ സ്കാനർ ഐഡന്റിഫിക്കേഷൻ ഒക്കെ നമ്മുടെ ഇവിടെ ഇപ്പൊ കുറച്ച് ഒരു 3-4 വർഷം
മാക്സിമം 5 years ഒക്കെ ആയിട്ട് നമ്മുടെ ബയോമെട്രിക്സ് പോലെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ചെയ്യുന്നതൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ് 1989 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനെ കുറച്ച് ഒത്തന്റിക് ഒരു സ്പെഷ്യൽ ഇൻഫോർമേഷൻ ആയിട്ട് ഒരു ബയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ്, ഒരു സയന്റിസ്റ്റ് ഉണ്ട് കാനഡയിലെ മൊണ്ടാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അയാൾ ഒരു ബുക്ക് എഴുതി. അതിന്റെ ബുക്കിന്റെ പേരാണ് ഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. UFO എന്ന് പറഞ്ഞ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ആണ്. ഇയാൾ ഒരു ബുക്ക് എഴുതി ഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ബുക്കിൽ അയാളുടെ ഒരു സ്പെഷ്യൽ തീസിസ് ഉണ്ട്. അത് ഭയങ്കര സ്ട്രേഞ്ച് ആണ്. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ ഞങ്ങളും ഈ ഇത് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കൺക്ലൂഷനിൽ വന്നു. അപ്പൊ അയാൾ ചോദിക്കണത്, ഈ ഏലിയൻസ് നമ്മൾ വിചാരിക്കുമ്പോൾ, എക്സ്ട്രാ ടെററിസ്റ്റിയൽസ് വിചാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അത് വേറൊരു ഡിസ്റ്റന്റ് ഗാലക്സി, പിന്നെ വേറൊരു സ്ഥലത്തു നിന്ന് ദൂരത്തുനിന്ന് വന്ന ഒരു ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അയാൾ പറഞ്ഞു വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ മേ ബി ദേ ആർ ടൈം ട്രാവലിംഗ് ഹ്യൂമൻസ്. അവർ ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്, പക്ഷെ അവർ ടൈം ട്രാവൽ ചെയ്തിട്ട് അവർ നമ്മുടെ ഡിസ്റ്റന്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 1000 വർഷം ഫ്യൂച്ചറിന്ന് തിരിച്ച് പഴയ ആൾക്കാരെ കാണാൻ വേണ്ടി പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്യുക. അപ്പൊ നമ്മൾ അവരുടെ ആൻസെസ്റ്റേഴ്സ് ആവും. അതുകൊണ്ടാവും ഇത്ര അഡ്വാൻസ്ഡ് ടെക്നോളജി. 1000 വർഷം കഴിയുമ്പോഴേക്കും അത്ര അഡ്വാൻസ്ഡ് ആവും ടെക്നോളജീസ്. അത് അപ്പൊ കുറച്ച് പോയിന്റ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഇവര് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ടെക്നോളജി നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഒരു ഫ്യൂച്ചർ വെർഷൻ പോലെയാണ് തോന്നുന്നത്, ഒരു അഡ്വാൻസ്മെന്റ് പോലെയാണ് തോന്നുന്നത്. ഒരു പോയിന്റ് അത്. പിന്നെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഇവരെല്ലാരും ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ ലൈക്ക് ഷേപ്പ് ഉണ്ട്. ഇപ്പൊ ഈ UFOസിന്റെ ഉള്ളിലത്തെ ക്രീച്ചേഴ്സിനെ ആരെങ്കിലും കണ്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ഇൻസിഡൻസിൽ ഈ ഏലിയൻസിന് ഒരു ഹ്യൂമൻ ലൈക്ക് കയ്യേ കാല്, പക്ഷെ അവരുടെ ഹെഡ് വലുതാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഹെഡ് വലുതാണ്. ഏലിയൻസ് നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് ആവാം. കാരണം അവരുടെ ബ്രെയിൻ നമ്മളെക്കാട്ടും വലുതാണ്, അവരുടെ ബോഡി നമ്മളെക്കാട്ടിലും ചെറുതാണ്. സ്പേസ് ഓഫ് ടൈം ആൻഡ് ടൈം ട്രാവൽ, അതിനെ പറ്റിയിട്ട് നമ്മളൊരു എക്സ്ട്രാordinary വീഡിയോ ഇറക്കും. അത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് അറിയാത്ത പല കൺസെപ്റ്റ്സ് ആ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ ഇതായിട്ട് റിലേറ്റഡ് നമ്മുടെ ഈ ലംബർ ജാക്കിന്റെ കഥയില് അയാള് കുറച്ച് ഈ ഷോർട്ട് ആയിട്ടുള്ള ഏലിയൻസിനെ കണ്ടു, പിന്നെ കുറച്ച് ഹ്യൂമൻ ലൈക്ക് നമ്മളെ പോലെ തന്നെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോ മേ ബി ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മള് ഭയങ്കര അഡ്വാൻസ്ഡ് റോബോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ആൻഡ്രോയിഡ്സ് എന്നാണ് പറയുക. ഈ ആൻഡ്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഹ്യൂമൻ ലൈക്ക് അപ്പിയറൻസ് ആവും, പക്ഷെ ആക്ച്വലി അത് റോബോട്ടിക് മെഷീൻസ് ആവും. മേ ബി ഈ ചെറിയ ക്രീച്ചേഴ്സ് നമ്മുടെ ഫ്യൂച്ചർ ഹ്യൂമൻസ് ഡെവലപ്പ് ചെയ്ത റോബോട്ട്സ് ആവാം. കാരണം ഇപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് നമ്മുടെ ഹ്യൂമൻ ആൾക്കാർ അല്ലെങ്കിൽ വേറെ സിവിലൈസേഷൻ ക്രാഫ്റ്റ് അയക്കുമ്പോ അവരുടെ ലൈഫ് ഡേഞ്ചറിലില്ല. അപ്പൊ നമ്മള് മാർസ് റോവർ എന്ന് പറഞ്ഞ റോബോട്ടിക് ക്രാഫ്റ്റ് വിടുന്നുണ്ട്. അപ്പൊ അതുപോലെ റോബോട്ട്സ് പൈലറ്റ് ചെയ്യണ സ്പേസ് ഷിപ്സ് ആവാ ഈ UFO. അപ്പൊ നമ്മൾ ഈ വലിയ തല വലിയ കണ്ണെന്ന് കാണുന്ന സാധനങ്ങൾ ചിലപ്പോ ഇവര് ഡെവലപ്പ് ചെയ്ത റോബോട്ട്സ് ആവാം. ക്യാമറയൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കുക ആൾക്കാർ. പിന്നെ ഇയാള് കണ്ട പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്സ് മേ ബി ദ ഹ്യൂമൻ ബീങ്സ് ഓഫ് ദ ഫ്യൂച്ചർ. അവര് കൺട്രോൾ ചെയ്യുന്ന റോബോട്ട്സ് ആവുക ചെറിയ സാധനം. ഈ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിന് ഐ തിങ്ക് പല ഈ ആസ്ട്രോഫിസിസിസ്റ്റ് ആസ്ട്രോബയോളജിസ്റ്റ് ഇവരൊക്കെ അത് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇതിന് നമുക്ക് കുറച്ച് ആൻസേഴ്സ് കിട്ടണം റിഗാർഡിങ് UFOs ആൻഡ് ഏലിയൻസ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഈ സ്പേസും യൂണിവേഴ്സും ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ആക്ച്വലി നമ്മളെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നത്. നമ്മൾ ആരാണ്, എവിടുന്ന് വന്നു, എന്താണ് നമ്മുടെ ഒറിജിൻസ്, നമ്മളും ഈ യൂണിവേഴ്സും തമ്മിൽ എന്താണ് ലിങ്ക്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി നോബൽ ഫീൽഡ് ഓഫ് സ്റ്റഡി. Okay friends, we'll be back soon with another very exciting episode of MS Show. So don't forget to subscribe our channel because you will get information which you won't get anywhere. And also press the like button. Hit the like button. Okay. See you. Okay.